ഹലോ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് വെസ്റ്റ് ബംഗാളിൽ നിന്നാണ്. ഇത് ന്യൂ മാർക്കറ്റ് എന്നാണ് ഈ ഭാഗം പറയുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കാണുന്ന മാർക്കറ്റ് ഏരിയയുടെ അടിയിലൂടെ അണ്ടർ മെട്രോ ഉണ്ട്. നമ്മളീ കാണുന്ന ഈ മാർക്കറ്റുകളും ഈ റോഡുകളുടെയും അടിയിലൂടെ ഒരു വമ്പൻ മെട്രോ ഏകദേശം 5 നിലയുടെ അടിയിൽ നിന്നാണ് ഈ മെട്രോ റെയിലുള്ളത്. അത് നമ്മുടെ വെസ്റ്റ് ബംഗാളിൻ്റെ വിവിധ ഭാഗത്തേക്കാണ് ഈ മെട്രോ റെയിൽ പോകുന്നത്. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. ഈ ചെറിയ എൻട്രൻസിലൂടെയാണ് ഈ ന്യൂ മാർക്കറ്റ് ഭാഗത്തു നിന്നും മെട്രോയിലേക്ക് ഇറങ്ങാനുള്ള ഭാഗം. താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങിയാണ് പോകേണ്ടത്. സ്റ്റെപ്പ് ഇറങ്ങി പോയി കഴിഞ്ഞാൽ പിന്നെ 5 നില താഴേക്ക് പോകണം. അതിന് ലിഫ്റ്റുണ്ട്. അങ്ങനെ ഒരുപാട് മാർഗങ്ങളുണ്ട്. അതുപോലെ എക്സലേറ്ററുണ്ട്. അങ്ങനെ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. വളരെ വിശാലമായാണ്, ഭൂമിയുടെ അടിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓരോ നാടുകളിൽ ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ട്രിവാൻഡ്രത്തൊക്കെ ഇതുപോലത്തെ സംവിധാനം വന്നാൽ എന്ത് ഉപകാരമായിരിക്കും ജനങ്ങൾക്ക്. ഈ ഭൂമിയുടെ അടിയിലേക്ക് കൺസ്ട്രക്ഷൻ നടത്തുമ്പോൾ മുകളിലുള്ള ഒരു നിർമ്മാണ പ്രവൃത്തികൾക്കും ഒരു കേടുപാടുകളൊന്നും സംഭവിക്കാതെയാണ് ഭൂമിക്കകം തുരന്ന് ഇങ്ങനെ മെട്രോ ഉണ്ടാക്കുന്നത്. ഒരു വൻ സിറ്റി പോലത്തെ ഒരു സംവിധാനം. ഞങ്ങളിപ്പോൾ ഇറങ്ങിയ സ്റ്റേഷൻ വെറും ഒരു സാധാരണ ഒരു സ്ഥലത്തു നിന്നും ഒരു കടമുറിക്ക് അകത്ത് കയറാൻ പറ്റുന്ന ഒരു എൻട്രൻസ് വാതിൽ, അതിലൂടെയാണ് ഈ കടന്നു വന്നിരിക്കുന്ന വിശാലമായ സ്ഥലം. വലിയ സ്റ്റേഷനാണ് ഈ സ്റ്റേഷനെ. ഞാൻ ഈ കയറി വന്ന വാതിൽ മാത്രമല്ല, ഇത് ഒരു ഗേറ്റ് മാത്രം. ഇതിൽ എന്ന് പറയുന്ന ഗേറ്റ് മാത്രം. ഇതിൽ 6-7 ഗേറ്റുണ്ട്. പല ഈ മാർക്കറ്റിൻ്റെ പല ഭാഗത്തു നിന്നും ഈ സ്റ്റേഷനിലേക്ക് വരാനുള്ള എൻട്രൻസുകളുണ്ട്. അപ്പോൾ ഇതൊരു വല്ലാത്തൊരു സംഭവം തന്നെ. ഇത് നമ്മുടെ ചെന്നൈയിലും ഉണ്ട്. എന്നാലും ഇവിടെ വന്ന് നേരിട്ട് കണ്ടപ്പോൾ വലിയൊരു അതിശയം തോന്നി. ഇത് ഏകദേശം ഒരു 12 കിലോമീറ്ററോളം ഭൂമിയുടെ അടിയിൽ കൂടെ തന്നെയാണ് മെട്രോ ട്രെയിൻസ് പോകുന്നത്. അവിടെ നിന്ന് പിന്നെ ഓപ്പണായി വലിയ റോഡിൻ്റെ മുകളിലൂടെ മെട്രോ പോകുന്നു. അപ്പോൾ വെസ്റ്റ് ബംഗാൾ പോലെയുള്ള ഒരു സംസ്ഥാനത്ത്, വിദ്യാഭ്യാസത്തിലൊക്കെ വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇതുപോലുള്ള വലിയ സൗകര്യങ്ങളുണ്ടെന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലും ഇതൊക്കെ വരട്ടെ, വന്ന് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഇപ്പോൾ പറയുന്നു. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റെല്ലാം എടുത്ത് ഞങ്ങൾ സ്ഥലമൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. എന്ന് പറഞ്ഞാൽ അതിനകത്ത് കയറിക്കഴിഞ്ഞാൽ ഇത് എങ്ങോട്ട് പോകണമെന്ന് കൺഫ്യൂഷൻ വരും. നമ്മൾ പിന്നെ മാക്സിമം എഴുത്തുകൾ അവരുടെ ഇവിടുത്തെ പ്രാഥമിക ഭാഷയിലാണ് കൂടുതൽ എഴുത്തുകളും. അപ്പോൾ ചില ബോർഡുകൾ മാത്രമേ ഇംഗ്ലീഷിലുള്ളൂ. അപ്പോൾ നമ്മൾ ഈ സംശയങ്ങളെല്ലാം ചോദിച്ച് നമ്മൾ ട്രെയിന് വരുന്ന ഭാഗത്തേക്ക് ഞങ്ങൾ നടന്നു പോയി. പിന്നെ അതിൽ 1-2 ഉദ്യോഗസ്ഥർ വന്ന് ഇവിടെ മൊബൈൽ എടുക്കാൻ പാടില്ല, ഇത് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി മൊബൈൽ അങ്ങനെ എടുക്കാൻ പാടില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് കൂടുതൽ എടുത്ത ഭാഗം മാത്രം വെച്ച് ബാക്കിയൊക്കെ ക്ലോസ് ചെയ്തു. എന്ന് പറഞ്ഞാൽ ബാക്കി ഈ ഉദ്യോഗസ്ഥർ ഇരിക്കുന്ന ഭാഗത്തേക്കൊന്നും മൊബൈൽ കൊണ്ടുപോയില്ല. അപ്പോൾ അത് വളരെ കാര്യമാണ്. ഇതുപോലെയുള്ള ഒരു ഇഷ്ടംപോലെ ആയിരക്കണക്കിന് ജനങ്ങളാണ് വന്നിറങ്ങുന്നത്. അപ്പോൾ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ബാക്കിയുള്ളതൊന്നും ഞങ്ങൾ കവർ ചെയ്തില്ല. അപ്പോൾ ഇതുപോലുള്ള വലിയ മെട്രോ പരിപാടികൾ നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ സിറ്റിയിലും നമ്മുടെ നാട്ടിലുമൊക്കെ വരട്ടെ എന്ന് പറയുന്നു. ഓക്കെ, ഞാൻ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു.